ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് 6 മീറ്റർ ഇൻറ്റേർണൽ റോഡും കൂടാതെ 3,550 സെൻറ്റ് ലാൻഡും 1,650 സ്ക്വയർ ഫീറ്റുള്ള 68 ലക്ഷം രൂപ ഓണർ ചോദിക്കുന്ന നല്ല ലക്ഷറി ആയിട്ടുള്ള ഏരിയയിലുള്ള ഒരു വീടാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ വില്ല ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിലാണ് വരുന്നത്. കൂടാതെ നമുക്ക് 24 അവേഴ്സ് സെക്യൂരിറ്റി അവൈലബിൾ ആയിട്ടുള്ള 6 മീറ്റർ നമുക്ക് വീടിൻ്റെ റോഡിൻ്റെ വിടുത്തൊക്കെ കണ്ടാൽ അറിയാൻ തന്നെ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് ടാർ റോട്ടിൽ നിന്നും 6 മീറ്റർ ആയിട്ടുള്ള ഇൻറ്റേർണൽ റോഡാണ് നമുക്ക് ഈ വില്ലയിലേക്കായിട്ട് വരുന്നത്. ഇവിടെ വില്ലകൾ വരുന്നത് ഒരു 10-15ഓളം വില്ലകൾ വരുന്നുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുള്ളൂ. അതിനായിട്ട് പൂർണ്ണമായി പൂർത്തീകരിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്രണ്ടൊക്കെ നിങ്ങൾ കണ്ടത് നോക്കിയാൽ തന്നെ അറിയാം, നല്ല ഡിസൈനിലാണ്. ഗ്ലാസ് വിൻഡോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല ഡിസൈനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ നല്ല വലിയ രീതിയിലുള്ള കാർ പോർച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയൊരു വാഹനം ഈ സൈഡ് ഒതുക്കി ഇവിടെയും ഇടാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. കൂടാതെ ചെറിയൊരു വാഹനം കൂടി 2 വാഹനം ഈസിയായി നിൽക്കാവുന്ന രീതിയിലാണ് കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെ മുറ്റം വിരിച്ചിരിക്കുന്നത് നമുക്ക് കടപ്പ കല്ലുകളും കൂടാതെ ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് നമുക്ക് മുറ്റത്തിനായിട്ട് ഇവിടെ വിരിച്ചിരിക്കുന്നത്. കൂടാതെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഗാർഡൻ സ്പേസും നമുക്ക് ഈ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നൽകിയിരിക്കുന്നു. ഇനി സിറ്റ് ഔട്ട് നോക്കാം. നമുക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഡോറ് നോക്കിയാൽ നമുക്കറിയാം, നല്ല ഒറ്റപ്പാണിയിൽ തീർത്ത തേക്ക് മരത്താൽ നിർമ്മിച്ച ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല വീതിയിലാണ് ഡോർ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒരു ഗ്ലാസ് വിൻഡോയും നമുക്കിവിടെ നൽകിയിരിക്കുന്നു. ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ നല്ല വിശാലമായ ലിവിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ആയിട്ടാണ് ലിവിങ് സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല മനോഹരമായ രീതിയിലുള്ള TV യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നമുക്കിവിടെ ലിവിങ് സ്പേസിനെ ഭംഗിയാക്കുന്നതിന് കൂടി നൽകിയിരിക്കുന്നു. കൂടാതെ നല്ല ഫാൾസീലും വർക്കുകളും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് ഏരിയ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, 5-6 പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഡൈനിങ് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ളൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് വരുന്നുണ്ട്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് നല്ലൊരു വാട്ടർ ഫൗണ്ടൻ കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല ഭംഗിയായിട്ടാണ് വാട്ടർ ഫൗണ്ടൻ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് വിശാലമായ ഓപ്പൺ കൺസെപ്റ്റിലുള്ള ഒരു കിച്ചണിലേക്കാണ്. കിച്ചൻ്റെ ഡിസൈനൊക്കെ കണ്ടാൽ അറിയാം നിങ്ങൾക്ക്, ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ സ്ക്വയറിലായിട്ടുള്ള നല്ല കബോർഡ് വർക്കുകളും നമുക്ക് കിച്ചണിൽ വരുന്നുണ്ട്. കിച്ചൻ്റെ അകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കണ്ടാൽ തന്നെ അറിയാം, അടിയിലും മുകളിലും 3 തട്ടുകളായിട്ട് നല്ല കളർ കോമ്പിനേഷനായിട്ടുള്ള സ്റ്റീലിൻ്റെ കബോർഡ് വർക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഫാൾസീലും വർക്കുകളും കിച്ചണിൽ ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് മനോഹരമായ ഹാങ്ങിങ് ലൈറ്റുകളും കിച്ചണെ ഭംഗിയാക്കുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. മൊത്തം ഈ വീടിന് വരുന്നത് 3 ബെഡ്റൂമാണ്. താഴെ 1 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് നല്ല രീതിയിലുള്ള മൾട്ടിവുഡിനാൽ തീർത്ത നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ബെഡ്റൂമിലും നല്ല ഫാൾസീലും വർക്കുകളൊക്കെ നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ബാത്റൂമിൻ്റെ ഡിസൈനിലുള്ള നല്ല ടൈലുകളൊക്കെയാണ് ബാത്റൂമിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഫിറ്റിങ്സൊക്കെ വരുന്നത് സെറയുടെ ഫിറ്റിങ്സാണ് വരുന്നത്. നമുക്ക് ഒരു വാഷ് ബേസിനും കൂടി നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു. ലിവിങ് ഏരിയയിൽ നിന്നാണ് ഇവിടെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. അതിൻ്റെ ബോർഡറും ഗ്രാനൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്കിവിടെ ഹാൻഡ് റെയിലൊക്കെ വരുന്നത് സ്റ്റീലും ഗ്ലാസും ആണ് ഹാൻഡ് റെയിലായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് നല്ല രീതിയിലുള്ള ഗ്ലാസ് വിൻഡോ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് ഇവിടെ ഇത് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ നല്ലൊരു അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പർ ലിവിങ് ഏരിയ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല വിഡ്ത്തിലും ലെങ്ത്തിലൊക്കെയാണ് അപ്പർ ലിവിങ് ഏരിയ നൽകിയിരിക്കുന്നത്. നമുക്ക് ഇവിടെയും നല്ലൊരു
TV യൂണിറ്റ് വരുന്നുണ്ട്. അത് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല ഭംഗിയായിട്ടാണ് TV യൂണിറ്റ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ അപ്പർ ലിവിങ് ഏരിയയും നല്ല ഫാൾസിൽ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള ബെഡ്റൂമിലേക്കാണ്. മുകളിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. വീടിന് മൊത്തം 3 ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂം കണ്ടാൽ തന്നെ അറിയാം നല്ല വലിപ്പത്തിലാണ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല മൾട്ടിവുഡിനാൽ തീർത്ത നല്ല കബോർഡ് വർക്കുകളും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ നല്ല രീതിയിലുള്ള ഫാൾസിലും വർക്കുകളും നമുക്കിവിടെ നൽകിയിരിക്കുന്നു, ബെഡ്റൂമിനായി നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂം മീഡിയം വലിപ്പമുള്ള രീതിയിലാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ടൈലുകളൊക്കെ കണ്ടറിയാം നല്ല കളർ കോമ്പിനേഷൻ ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്കൊരു വാഷ് ബേസിനോട് കൂടി നമുക്ക് ഈ ബാത്റൂമിനായി നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല ഭംഗിയിലുള്ള മൾട്ടിവുഡിനാൽ തീർത്ത നല്ല കബോർഡ് വർക്കുകളും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഫാൾസിലും വർക്കുകളൊക്കെ ഈ ബെഡ്റൂമിനെ ഭംഗിയാക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഒരു അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലാണ് ബാത്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ടൈലുകളൊക്കെ നല്ല ഭംഗിയുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്ക് ഈ ബാത്റൂമിനായി നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി അധികം വലുപ്പമുള്ള രീതിയിലല്ല ചെയ്തിരിക്കുന്നത്, പക്ഷേ ലെങ്ത്തിലാണ് ബാൽക്കണി ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളും ബാൽക്കണിയിലും നൽകിയിട്ടുണ്ട്. 3,550 ഒറിജിനൽ ലാൻഡിൽ 1,650 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 68 ലക്ഷം രൂപ മാത്രമാണ്. വില തികച്ചും നെഗോഷ്യബിളുമാണ്. കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്.